തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ നിന്ന് നഷ്ടമായ വിലയേറിയ രേഖകളും പണവും മൊബൈൽ സാമഗ്രികളും സ്വയം അന്വേഷിച്ച് കണ്ടെത്തി അഭിഭാഷകൻ. അന്വേഷണത്തിൽ അഭിഭാഷകന് താങ്ങായി നിന്നത് പരപ്പനങ്ങാടിയിലെ യുവാവ്. സാധനങ്ങൾ നഷ്ടമായ ആദിയിലും പതറാതെ അഭിഭാഷകൻ അവസരോചിതമായി പ്രവർത്തിച്ചതോടെ കുടുങ്ങിയത് മോഷണം പതിവാക്കി വിലസുകയായിരുന്ന ഇതര സംസ്ഥാനക്കാരൻ. മലപ്പുറം പൊന്മള സ്വദേശിയും അഭിഭാഷകനുമായ ഷിഹാബ് പൊന്മളയുടെ ഇടപെടലാണ് സ്ഥിരം മോഷ്ടാവായ ബീഹാർ സ്വദേശി അസറുദ്ദീൻ എന്ന വില്ലനെ കുടുക്കിയത്. തിങ്കളാഴ്ച പുലർച്ചെ ഷിഹാബ് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ തിരൂരിലെത്തിയ ശേഷം ക്ലോക്ക് റൂമിൽ വിശ്രമിക്കുന്നതിനിടെയായിരുന്നു കവർച്ച. യാത്രാക്ഷീണത്തിൽ ഷിഹാബുദ്ദീൻ ഒന്ന് ഉറങ്ങിപ്പോയതാണ് വിനയായത്. ഒരു കേസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ അഭിഭാഷകനായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ തിരൂര് ഇവിടെ നെടുമങ്ങാട് കോടതിയിൽ ഒന്നുകൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പോയി തിരിച്ചെത്തി മലബാറിൽ വന്ന് ഇറങ്ങിയതാണ്. മലബാർ എക്സ്പ്രസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു പുലർച്ചായതുകൊണ്ട് നേരം വെളുത്തതിന് ശേഷം പോകാവുന്ന രീതിയിൽ ക്ലോക്ക് റൂമിലൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ അവിടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവരുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഏരിയ നിൽക്ക്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസമായിട്ട് പനവേലുമൊക്കെ ആയിട്ട് യാത്രകളായിരുന്നു. അപ്പോൾ അമിതമായ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നല്ല അറിയാതെ ഉറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുറഞ്ഞൊരു സമയത്താണ് ഏകദേശം ഒരു അരമണിക്കൂറിനകം തന്നെ ആള് വന്നിട്ട് അത് കവർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ലഗേജ് എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? ലഗേജ് ഞാൻ ജസ്റ്റ് ഒന്ന് തലയാഴ്ച കിടന്നിരുന്നല്ലോ. അപ്പോൾ ആ തലയാഴ്ച കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ലഗേജ് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് യാത്രയിൽ പൊട്ടിയതുകൊണ്ട് അതിൻ്റെ ഞാൻ എന്ത് ചെയ്തിരുന്നു, ലഗേജ് ബാഗിലോട്ട് അത് മൊത്തം വെച്ചിരുന്നു. അത് വെച്ച് അതുകൂടിയും വെച്ചിട്ടാണ് ഞാൻ തലയുടെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് മയങ്ങിപ്പോയത്. എനിക്ക് എൻ്റെ അവിടുന്ന് ആ മോഷണത്തിൽ പോയത് എൻ്റെ ഒരു എയർപോർട്ട് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോസ്റ്റ്ലി എയർപോർട്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 4000 ചില പണം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന വാലറ്റ് ഉണ്ടായിരുന്നു അതിനകത്തായിരുന്നു പോയിട്ടുള്ളത്. പിന്നെ റെഗുലറായിട്ട് നമ്മൾ യാത്രക്ക് യൂസ് ചെയ്യുന്ന ബാഗ് ഒന്നായിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് കാർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കറങ്ങി നടന്ന് മൊബൈലും മറ്റും മോഷ്ടിക്കുകയും മോഷണ മുതലുകൾ വിവിധ ഭാഗങ്ങളാക്കി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന വിരുദ്ധനാണ് അസറുദ്ദീൻ. ഏറ്റവും ഒടുവിൽ തിരൂരങ്ങാടിയിലാണ് അറസ്റ്റിലായിരുന്നത്. മമ്പുറം പള്ളി പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ നിന്ന് മൊബൈൽ മോഷ്ടിച്ചതിന് ആഗസ്റ്റിലായിരുന്നു പിടിയിലായത്. കഴിഞ്ഞ ആഴ്ച പരപ്പനങ്ങാടി കോടതിയിൽ സ്വന്തം ബോണ്ട് സമർപ്പിച്ച് ജാമ്യത്തിലിറങ്ങി എത്തിയ ശേഷമായിരുന്നു തിരൂരിലെ കവർച്ച. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരപ്പനങ്ങാടിയിലെത്തിയ ഇയാൾ അവിടെ നിന്ന് ട്രെയിൻ കയറി രക്ഷപ്പെടാൻ ഒരുങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഷിഹാബിന്റെ അഭ്യർത്ഥന പ്രകാരം മോഷ്ടാവിനെ തിരഞ്ഞിറങ്ങിയ കരാട്ടെ പരിശീലകനായ റഫീഖാണ് ഇയാളെ കണ്ടെത്തിയത്. നമ്മൾ ഇതിലെ ഈ ഓൺലൈനിൽ നോക്കിയാണ്. ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് ഏതെങ്കിലും ഷോപ്പ് കിട്ടാന്നുള്ള രീതിയിലാണ്. കാരണം ചെറുമംഗലത്ത് ആരെങ്കിലും ഒന്ന് കിട്ടണമല്ലോ. അവിടെ കോൺടാക്ട്സ് നമുക്ക് കുറച്ചുണ്ട്. പക്ഷെ ആ കോൺടാക്ട്സിലൊന്നും കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട് നിസാർ അവരൊന്നും വിളിക്കാനൊന്നും എനിക്ക് കോൺടാക്ട്സ് ഇല്ലാത്തൊന്നും മാർഗമില്ല. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തു, വേറെ കൂടുതൽ ടോക്കനും നിന്നില്ല. എന്നോട് ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോ ഡ്രൈവറെ മൊബൈലിൽ കൂടെ ഞാൻ വാട്സപ്പിലൂടെ എനിക്ക് നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, നമ്മളെ ഇയാളെ രൂപം അഡ്രസ് കോഡ് CCTV ദൃശ്യം അത് പെട്ടെന്ന് പാസ് ചെയ്തു. അങ്ങനെ ചെറുമംഗലത്തുള്ള അദ്ദേഹത്തിന്റെ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നേരെ പെട്ടെന്ന് സമയം ഒട്ടും കളയാതെ എന്ത് ചെയ്തു, നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ പോയി. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് പിന്നെ റൂട്ട് മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് നിർത്തിയിട്ട് കയറുന്നിട തന്നെ ഇയാൾ ഈ കള്ളൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊബൈലിൽ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കക്ഷികളെ കോളുകൾ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, വൈഫും ഉമ്മയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഓഫ് ചെയ്യാൻ അറിയുന്നില്ല, ഇയാൾക്ക് അറിയുന്നില്ല. അങ്ങനെ അതെന്തോ ചെയ്തതാണ്. ആ സമയത്താണ് എന്ത് സാഹചര്യങ്ങളിൽ പിന്നീട് അത് ഇതിലായിട്ടില്ല. കയ്യിലുള്ള അത് ശരിക്കും മൂപ്പർക്ക് അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ടാണ് ശരിക്കും പിടിക്കാനും പറ്റിയത്. മനസ്സിലായത്. കവർച്ച തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഷിഹാബ് പൊന്മള അന്വേഷകനായി മാറുകയായിരുന്നു. പൊടുന്നനെ റെയിൽവേ സ്റ്റേഷനിലെ RPF ഔട്ട്പോസ്റ്റിലെത്തി കവർച്ചയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. തുടർന്ന് മൊബൈൽ ട്രേസ് ചെയ്യുകയും ആൾ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതായി മനസ്സിലാക്കുകയും ചെയ്തു. അതോടെയാണ് റഫീഖിന്റെ സഹായം തേടിയത്. ഒരു പരിചയവും ഇല്ലാതിരുന്നിട്ടും വിളിച്ചയുടൻ റഫീഖ് മോഷ്ടാവിനെ തിരഞ്ഞിറങ്ങിയതാണ് വലിയ സഹായമായത്. ഈ പരപ്പനങ്ങാടി സ്വദേശിയുടെ ഒരു ഇടപെടൽ ഈ സംഭവത്തിൽ എങ്ങനെയൊക്കെ വളരെ സമർത്ഥമായിട്ടുണ്ട്. കാരണം നമ്മളറിയില്ല, ഒരു ഡിറ്റക്റ്റീവ് സ്ക്വാഡ് പോലെ തന്നെ വളരെ സമയോചിതമായിട്ട് അയാളെ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഞാൻ അയാളെ ഒരു പരിചയമില്ല, വെറും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയൊരു വ്യക്തിത്വമാണ്. പക്ഷെ ആ വ്യക്തി എന്ത് ചെയ്തു, അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒരു പ്രയാസം മനസ്സിലാക്കിയിട്ട് വളരെ കണിശമായ രീതിയിൽ അത് ട്രേസ് ചെയ്യാനും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പിടിച്ച് ബോധ്യമായതിനു ശേഷം അവിടെ ആളുകളൊക്കെ കൂടി
അപ്പോൾ ഇതൊരു നോൺ ക്രിമിനലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 4 മാസം റിമാൻഡ് പീരീഡ് കഴിഞ്ഞിട്ട് സെൽഫ് ബോണ്ടിൽ ഇറങ്ങിയ പ്രതിയാന്ന് പറഞ്ഞു. ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത അഡ്വക്കേറ്റിനെ എന്നെ വിളിച്ചിരുന്നു. അതുപോലെ നിരന്തരമായിട്ട് ഇവന് ഈ പറഞ്ഞ പോലെ അതിഥി തൊഴിലാളി ഒരു പരിഗണന വെച്ചിട്ട് ജോലിക്ക് ശ്രമിക്കും. അവിടെ നിന്നും ഈ മസ്ജിദുകളിൽ നിന്നും മറ്റൊക്കെ നിരന്തരം മൊബൈലുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക. എന്നിട്ട് ഞാൻ അവരോട് സംസാരിച്ചിരുന്നു, കൺവെർസേഷൻ ചെയ്തിരുന്നു സ്റ്റേഷനിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ. അപ്പോൾ അവരൊരു തീം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് പിടിച്ച ഈ മൊബൈലുകൾ, ഇങ്ങനെ ശേഖരിക്കുന്ന മൊബൈലുകൾ പുറത്ത് കൊണ്ടുപോയിട്ട് അത് പാർട്സായിട്ട് വെക്കുന്നു. അതിൽ മറ്റുള്ള മൊബൈലിലെ ഓരോ പാർട്സുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. ആ ട്രെയിനിന് ഒരു 2-3 മിനിറ്റ് അവിടെ എത്താൻ ഞങ്ങൾ അവരെ വൈകി കഴിഞ്ഞാൽ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. വേറെ ട്രെയിനിലോട്ട് പോയി കഴിഞ്ഞ് മൊബൈലെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നില്ല. അപ്പോൾ ആ സംഭവിച്ചതുമായിട്ട് ഇടപെടലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവിടെയുള്ളൊരു വ്യക്തിനെ കിട്ടലും അയാളെ അത് മനസ്സിലാക്കിയിട്ടുള്ള ഇടപെടലും എല്ലാം കൂടിയും ഒരുമിച്ച് നല്ല വളരെ സമയബന്ധിതമായി ഒരു അരമണിക്കൂറിനകം രാവിലെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് തിരിച്ചെടുക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ പോലീസോ RPF പോലും കാണിക്കാത്ത ശുഷ്കാന്തിയാണ് അയാൾ കാണിച്ചത്. പോലീസ് അതിനകത്തുള്ള ഒരു ഹിന്റ് തന്നു, നമുക്ക് എവിടെയാണെന്നുള്ള ട്രേസ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ളൊക്കെ ഈ വ്യക്തിയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അങ്ങനെ പോലീസും പിന്നെ അതിന് ശേഷമുള്ള നടപടി, പോലീസിൽ അതിൽ അതിയായ ജാഗ്രത പോലീസ് പുലർത്തിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കാരണം വെച്ചാൽ ഈ പ്രതി സ്വാഭാവികമായിട്ടും നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അപകടമാണ്. അതുകൊണ്ട് അത് കറക്റ്റ് പ്രോസിക്യൂട്ട് ചെയ്യണം, കറക്റ്റ് കേസ്, കറക്റ്റ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മറ്റുള്ള പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് പ്രതിനെ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയത്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളും അതുപോലെ സാധനങ്ങളൊക്കെ റിക്കവറി കാര്യങ്ങളൊക്കെ മുമ്പ് കളക്ട് ചെയ്തിട്ടുണ്ട്. മോഷ്ടിച്ച മൊബൈൽ ഓഫാക്കാൻ കഴിയാതിരുന്നതാണ് തുണയായത്. ഷിഹാബ് പൊന്മള നൽകിയ നിർദ്ദേശമനുസരിച്ച് റഫീഖ് ആദ്യമെത്തിയത് ചിറമംഗലത്താണ്. അവിടെ നടത്തിയ അന്വേഷണത്തിൽ ആൾ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് ബസ് കയറിയതായി വിവരം ലഭിച്ചു. തുടർന്ന് ഇവിടെ നിന്ന് സുഹൃത്ത് സിദ്ദിഖിനെയും കൂട്ടി പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. അവിടെ അസറുദ്ദീനെ കണ്ടെത്തി. ഈ സമയം അടുത്ത ട്രെയിനിൽ കയറാൻ തയ്യാറെടുക്കുകയായിരുന്നു മോഷ്ടാവായ അസറുദ്ദീൻ. വൈകാതെ റഫീഖ് ഇവിടെ എത്തി. CCTV ദൃശ്യങ്ങളിലെ ആളും റഫീഖ് കണ്ടെത്തിയ ആളും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പരപ്പനങ്ങാടി പോലീസിന്റെ സഹായം തേടി. തുടർന്ന് പരപ്പനങ്ങാടി പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് തിരൂർ പോലീസിന് കൈമാറുകയുമായിരുന്നു. തുടർന്ന് തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.